ഹലോ എവരി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാർഡ്രോബ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. ഇതിൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ വാർഡ്രോബ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്നും പിന്നെ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതിൻ്റെയൊക്കെ കുറച്ച് ടിപ്സും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്, ഒന്നും മീൻസ് പുറത്തൊന്നും കാണുന്നില്ലല്ലോ, എല്ലാം എവിടെയാണ് ഈ സൂക്ഷിച്ച് വെക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാർഡ്രോബിൽ എടുത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വാർഡ്രോബിൽ തന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്യാറ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഫർണിച്ചേഴ്സും പിന്നെന്താ പറയുക പാത്രങ്ങളും പിന്നെ ഡ്രസ്സുകളും ഒക്കെ ഒത്തിരി ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ പാത്രങ്ങൾ തന്നെ തലമുറകളായിട്ട് കൈമാറിയ പാത്രങ്ങൾ വരെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒത്തിരി സാധനങ്ങളായിരിക്കും നമ്മുടെ വീട് നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് ആകെ 4-5 കൊല്ലമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്കുള്ള സാധനങ്ങളേ ഉള്ളൂ. പിന്നെ പഴയതെന്ന് പറയാനായിട്ട് ഇപ്പോൾ പഴയ ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ല നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സ്, അല്ലെങ്കിൽ പാകമാകാത്ത ഡ്രസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ ബെഡ്റൂമിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ 2 സെറ്റ് വാർഡ്രോബും അപ്പുറത്തെ സൈഡിലായിട്ട് 1 സെറ്റ് വാർഡ്രോബുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സൈഡിലുള്ള ഫസ്റ്റ് സെറ്റിലെ വാർഡ്രോബ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സെറ്റ് ഓഫ് വാർഡ്രോബ് ഇങ്ങനെയാണ്. അതായത് ഡ്രസ്സുകൾ ഹാങ് ചെയ്തിടാനായിട്ട് മാത്രമായിട്ടുള്ളതാണ് ഒരു സെക്ഷൻ. പിന്നെ അതിൻ്റെ മുകളിൽ 2 വേറെ സെപ്പറേറ്റ് സെക്ഷൻസും ഉണ്ട്. അത് നല്ല ഹൈറ്റിലുള്ളത് കാരണം നമുക്ക് എപ്പോഴും എടുക്കേണ്ട സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവൽ ബാഗുകൾ, പിന്നെ സൂട്ട് കേസുകൾ അങ്ങനത്തതൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഈ ട്രാവൽ ബാഗിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനേക്കാളും ചെറിയ ട്രാവൽ ബാഗുകളും അങ്ങനത്തെ അല്ലെങ്കിൽ ചെറിയ ക്യാരി ബാഗുകളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ലഗേജ് ടൈപ്പ് ബാഗുകൾ മാത്രമാണ് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. താഴത്തെ സെക്ഷൻ എന്ന് പറയുമ്പം ഡ്രസ്സുകൾ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഇതാണ്. റെയിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് സെക്ഷൻസ് ആയിട്ടൊന്നും തിരിച്ചിട്ടൊന്നുമില്ല. ഒരു വലിയ നല്ല നീളത്തിൽ നല്ല ഹൈറ്റിലുള്ളതാണ്. പിന്നെ വാർഡ്രോബിൻ്റെ ഡോറിൽ ഞാനിങ്ങനെ ഓർഗനൈസിങ് ഹുക്ക് വാങ്ങിച്ചായിരുന്നു. അത് ആമസോണിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിച്ചത്. അത് ഞാനിങ്ങനെ അതിൽ ബെൽറ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് ജസ്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റും. അത് നമുക്ക് ഡോറിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നുമല്ല, ജസ്റ്റ് ആ ഡോറിൽ ഇങ്ങനെ വെക്കുന്ന ടൈപ്പ് ഹുക്കായിരുന്നു. ഇങ്ങനെ ഈ ഹുക്കിൽ നമുക്ക് ബെൽറ്റോ അല്ലെങ്കിൽ ബാഗുകളോ അല്ലെങ്കിൽ ജാക്കറ്റ്സോ ഒക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. വാർഡ്രോബിൻ്റെ ഉള്ളിൽ തന്നെയാണ് അയണിങ് ബോർഡ് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാർഡ്രോബിൻ്റെ ഉള്ളിലേക്ക് അത് എടുത്ത് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ സ്യൂട്ട്, പിന്നെ ജാക്കറ്റ്, പിന്നെ പാൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഹാങ്ങറിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സ്യൂട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ ഓഫീസിൽ എന്തെങ്കിലും പാർട്ടിയൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഉള്ളത് വിൻ്ററിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ജാക്കറ്റ്. പിന്നെ പാൻറ്റൊക്കെ ആണെങ്കിലും ഞാനിങ്ങനെ ഹാങ്ങറിൽ ഇങ്ങനെ ഹാങ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. പുള്ളി IT ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ എക്സിക്യൂട്ടീവ് ടൈപ്പ് പാൻറ്റും ഷർട്ടും ഒന്നും വേണം നിർബന്ധമില്ല. അത് ഒറ്റ മാത്രമാണ് ഉള്ളത്. അത് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. അല്ലാതെ അങ്ങനത്തെ ഒന്നുമില്ല. സാധാരണ നോർമൽ ടീഷർട്ടും നോർമൽ പാൻസും തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇങ്ങനെ ഡ്രസ്സ് ഹാങ് ചെയ്തിട്ടാലും അതിൻ്റെ താഴെ ഇഷ്ടംപോലെ സ്പേസ് പിന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് അതും ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇത് ലാപ്ടോപ്പ് ബാഗാണ്. അത് ഓഫീസിൽ പോകുമ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് അതിൻ്റെ മുകളിലെടുത്ത് വെച്ചേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സ്, അതായത് ഇത് ഐക്യന്ന് വാങ്ങിച്ചതാണ്. നല്ല മെറ്റീരിയലാണ്. കാർഡ്ബോർഡും ക്ലോത്തും കൊണ്ടിട്ട് നല്ല കവറിങ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. ഒത്തിരി സാധനങ്ങൾ കൊള്ളുകയും ചെയ്യും. നമുക്ക് മടക്കി അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് വെക്കാം. വീട്ടിലിടുന്നതാണ് അതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ഷൂസാണ്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഷൂ സ്റ്റോർ റൂമിൽ വെക്കും. ബാക്കി ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എടുക്കുന്ന ഷൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ബോക്സിൽ തന്നെ ആക്കിയിട്ട് ഇവിടെയാണ് വെക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇന്നേഴ്സും സോക്സും ഒക്കെ ഇവിടെയാണ് എടുത്ത് വെക്കുന്നത്. ഈ ഹാങ്ങിങ് ഓർഗനൈസറും ഞാൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചതാണ്. ഇതുപോലെ തന്നെ മറ്റേ ഹാങ്ങിങ് ഹുക്കിൽ നമുക്ക് ഹാങ് ചെയ്തിട്ട് വെക്കാം. ചെറിയ സാധനങ്ങളൊക്കെ സോക്സ്, അണ്ടർവെയർ ഒക്കെ നമുക്ക് ഇതിനുള്ളിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഓഫ് വാർഡ്രോബിൽ ആകെ ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് സെറ്റ് നോക്കാം. ഇതിൻ്റെ മുകളിലത്തെ തട്ടിലും എപ്പോഴും ഉപയോഗം വരാത്ത സാധനങ്ങൾ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിൽ മോൻ്റെ ഒരു ടോയ് ആണ്. അത് അവന് ഗിഫ്റ്റായിട്ട് കിട്ടിയത്. പക്ഷേ അത് വലിയ കുട്ടികളുടെയാണ്, അവനിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പില്ലോയും പുതപ്പും ഒക്കെ എക്സ്ട്രാ ആയിട്ടുള്ളതൊക്കെ ഇല്ലേ, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ള, പിന്നെ വിൻ്റർ സീസണിൽ ഉപയോഗിക്കാനായിട്ടുള്ള കട്ടിയുള്ള പുതപ്പൊക്കെ ഇല്ലേ, അതും അങ്ങനത്തെ എക്സ്ട്രാ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളൊക്കെയാണ് ആ മേളിലത്തെ തട്ടിലെടുത്ത് വെച്ചിരിക്കുന്നത്. താഴത്തെ സെക്ഷനിൽ മോൻ്റെ ഡ്രസ്സുകളാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഹാങ്ങറിലാണ് ഇട്ടിരിക്കുന്നത്. മോൻ്റെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തതിൻ്റെ താഴെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു ഓർഗനൈസർ ബോക്സ് തന്നെ വെച്ചിട്ടുണ്ട്. ഇതും അയക്കാൻ തന്നെ വാങ്ങിച്ചതാണ്. ഇങ്ങനത്തെ ഒരു 3-4 ബോക്സ് ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഇതിൽ ഡ്രസ്സൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ടോയ്സൊക്കെ വെക്കാനായിട്ട് നല്ല സൗകര്യമാണ്. ഈ ബോക്സിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സുകൾ എടുത്ത് വെച്ചിരിക്കുകയാണ്.
ഇനി ഇതിൻ്റെ താഴെ ഒരു സെക്ഷനും കൂടെ ഉണ്ട്, അതിൽ പ്രിൻ്ററാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഷെൽഫുകളും പിന്നെ ഡ്രോകളും ഒക്കെയാണുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ പഴയ ലാപ്ടോപ്പും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഹാൻഡ് ബാഗും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴത്തെ ഷെൽഫിൽ ഡോക്യുമെൻറ്റ്സും പേപ്പേഴ്സും ഫയൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്യാരണ്ടി പേപ്പേഴ്സ് അതിലൊരു ബോക്സിലാക്കിയിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്. അല്ലാത്ത ഫയലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മാസ്ക് ആണല്ലോ, മാസ്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെറ്റ് വൈപ്സും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്ത് പോകാറില്ല എങ്കിലും അതൊരു എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറ്റ് വൈപ്സും വെച്ചിട്ടുണ്ട്, മോനുമായിട്ട് പോകുകയാണെങ്കിൽ. അതുപോലെ തന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കും വെച്ചിട്ടുണ്ട്. വലിയവരുടെ മാസ്ക് കുഞ്ഞിന് പാകാവുന്നില്ലായിരുന്നു, ഒരു തവണ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ തീരെ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു മാസ്ക് വാങ്ങി വെച്ചു. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് 3 സെറ്റ് ഓഫ് ഡ്രോകളുണ്ട്. ആദ്യത്തെ സെറ്റ് ഡ്രോയ്ക്കകത്ത് കുറച്ച് സ്പ്രേ ബോട്ടിലുകളും പിന്നെ ആൽബംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോയിനൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സും ഉണ്ട്. അത്ര സാധനങ്ങളാണ് അതിനുള്ളത്. ഇത് ഞങ്ങളുടെ കല്യാണ ആൽബത്തിന് ചെറിയൊരു നോട്ട്ബുക്ക് പോലെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു ആൽബം ചെയ്ത ആൾ. ആ ഒരു ആൽബം ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, മറ്റേത് നാട്ടിലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മോൻ ജനിച്ച സമയത്ത് ഹോസ്പിറ്റലുകാർ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവരൊരു ആൽബം ആക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതവൻ ജനിച്ച സമയത്ത് എടുത്ത ഫോട്ടോയാണ്. ഹോസ്പിറ്റലുകാർ തന്നെ ഫോട്ടോ എടുത്തിട്ട് അവർ തന്നെ ഒരു ആൽബം ഒക്കെ ആക്കിയിട്ട് തന്നായിരുന്നു. രണ്ടാമത്തെ ഡ്രോയ്ക്കകത്ത് മെഡിസിൻസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. പനിയുടെയും ചുമയുടെയും മരുന്നും പിന്നെ ഈ സ്ട്രെപ്സിൽസും പിന്നെ അങ്ങനത്തെ ഇതൊക്കെയാണ്, ബാൻഡേഡും ഒക്കെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അത് ഞാനിതുപോലെ ഒരു ബോക്സിലാണ് ഇങ്ങനെ മെഡിസിൻസ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ആ ബോക്സോടെ ഇങ്ങോട്ട് എടുത്തിട്ട് വേണ്ട മെഡിസിൻ ഏതാണെന്ന് വെച്ചാൽ എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ബോക്സ് തന്നെ വേണമെന്നില്ല, നമ്മൾ ഷൂ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സില്ല, അല്ലെ പിള്ളേർക്ക് ടോയ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സില്ലേ, കാർഡ്ബോർഡ് ബോക്സ്, അതിലൊക്കെ ആണെങ്കിലും ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഏറ്റവും താഴത്തെ ഡ്രോയ്ക്കകത്ത് ക്യാമറയുടെ സ്റ്റാൻഡും സെൽഫി സ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും താഴത്തെ കബോർഡിൽ ഒരു ഹ്യൂമിഡിഫയർ വെച്ചിട്ടുണ്ട്. ഇവിടെ തീരെ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും, ആ സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വാക്വം ക്ലീനർ, മീൻസ് കാറിൻ്റെ വാക്വം ക്ലീനർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, കാറിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു കവറിലാക്കിയിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ സെറ്റ് വാർഡ്രോബിൽ. ഇനി റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ വശത്തായിട്ട് തന്നെ ഒരു സെറ്റ് വാർഡ്രോബും കൂടെ ആണുള്ളത്. ഇതിൻ്റെ മുകളിലത്തെ സെക്ഷനിൽ ലഗേജ് ബാഗ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സെക്ഷനിൽ സൈഡിലായിട്ട് ഫോണുകളുടെയും അങ്ങനത്തെ സാധനങ്ങളുടെയൊക്കെ ബോക്സൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അയൺ ബോക്സും ഈ സൈഡിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ലഗേജ് ബാഗിൻ്റെ ഉള്ളിൽ വിൻ്റർ ക്ലോത്തുകൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം അസർബൈജാനിലും അർമേനിയയിലും ഒക്കെ ജോർജിയയിലും ഒക്കെ ടൂർ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ജാക്കറ്റുകളും പിന്നെ എന്താ പറയുക വിൻ്ററിൽ ഇടാൻ പറ്റുന്ന എല്ലാ ഡ്രസ്സുകളും വേണമായിരുന്നു. അങ്ങനെ വാങ്ങിയിട്ട് ഉള്ളതെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ലഗേജ് ബാഗിൻ്റെ ഉള്ളിലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ സൈഡിൽ മുകളിലായിട്ട് ഞങ്ങൾ എന്നും ഉപയോഗിക്കുന്ന പുതപ്പുകളാണ്. അത് രാവിലെ എണീറ്റ് കഴിയുമ്പം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പുതപ്പൊക്കെ മടക്കിയിട്ട് ഷെൽഫിൽ വെക്കും. ഇവിടെ സ്ഥലമുള്ളതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെക്കുന്നതെന്ന് മാത്രം. ഞാൻ എൻ്റെ തൊട്ട് താഴത്തെ ഷെൽഫിൽ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് ഫേസ് ടവലുകൾ, ബാത്ത് ടവലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും, അതിനാണ് ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു എക്സ്ട്രാ ബെഡ്ഷീറ്റും വെച്ചിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ഹാങ്ങിങ് ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. ഇത് ഇയറിങ്സ് ഒക്കെ വെക്കുന്ന ഓർഗനൈസറായിരുന്നു. പക്ഷേ എനിക്ക് അതിന് വേണ്ടി ഇയറിങ്സ് ഒന്നും ഇങ്ങനെ ഇതിൽ വെക്കാനും മാത്രമൊന്നുമില്ല. അത് കാരണം ഞാൻ അതിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ലിപ് ബാം, പിന്നെ കാജൽ പെൻസിൽ, അങ്ങനത്തെ ഐലൈനർ, മസ്കാര അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടേക്കുന്നത്. പിന്നെ ക്ലിപ്പുകളൊക്കെ, ഇനി കല്ലും അങ്ങനത്തെ ഒക്കെയുള്ള ക്ലിപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, കല്ലുകളുള്ള കമ്മൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിലുള്ള ഡ്രോകളിൽ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഡ്രോയ്ക്കകത്തൊരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ടൂൾ സെറ്റുകളും ബാറ്ററി അങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. സലോ ടേപ്പ്, പിന്നെ കത്രിക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കീ ചെയിൻസ്, മെഷർമെൻറ്റ് ടേപ്സ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഡ്രോയ്ക്കകത്ത് മോൻ്റെ എക്സ്ട്രാ ടോയ്സോ അല്ലെങ്കിൽ ബലൂണുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ സ്കെച്ച് പെന്നുകൾ, കളർ പെൻസിലുകളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാപ്പും പിന്നെ അക്വാ ഷൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും താഴത്തെ കബോർഡിനകത്ത് ഞാൻ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഇതൊന്നുമില്ല, കുറച്ച് മീൻസ് ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ചെറിയൊരു ചെപ്പുണ്ട്. അതിനകത്ത് മാല, വളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പൗഡർ, വാസലിൻ, പിന്നെ ഈ പൗച്ചിൽ ഫൗണ്ടേഷനും ക്രീമുകളും അങ്ങനത്തെതൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിൽ എൻ്റെയും മോൻ്റെയും എക്സ്ട്രാ ആയിട്ടുള്ള ഷൂസ് ഡെയിലി യൂസ് ചെയ്യുന്നത് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. ബാക്കി എക്സ്ട്രാ ആയിട്ടുള്ളതൊക്കെ ഇതിനകത്ത് വെച്ചേക്കുവാണ്. ഇനി ഈ വാർഡ്രോബിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ ഡ്രസ്സുകൾ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന സെക്ഷൻ മാത്രമാണുള്ളത്.
അതിലാണ് ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സുകളും വെച്ചിരിക്കുന്നത്. ഈ ഡോറിൻ്റെ സൈഡിലും ഇതുപോലൊരു ഹാങ്ങിങ് ഓർഗനൈസർ ഉണ്ട്. നമുക്ക് ഷോളോ അങ്ങനത്തതൊക്കെ ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. ഇതുപോലെ ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സുകളും എടുത്തിട്ട് ബെഡിൽ ഇട്ടിട്ടുണ്ട്. ഞാനിനി ഓരോന്നും ഇതെടുത്ത് കാണിച്ചു തരാം. ഇത് ഞാൻ കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഉടുത്ത സാരിയാണ്. നല്ല സുഖമാണ് ഉടുക്കാണ്ട്, നല്ല ലൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. സാരി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഹാങ്ങറിൽ ഇടുമ്പം ആദ്യം തന്നെ അണ്ടർ സ്കേർട്ടും അതിൻ്റെ ഒപ്പമുള്ള ബ്ലൗസും അതിലേക്ക് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലാണ് സാരി ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാങ്ങറിൽ ഇട്ടിട്ടുള്ള അതിൻ്റെ പാടോ അല്ലെങ്കിൽ ഹാങ്ങറിൽ ഉരഞ്ഞ് സാരിക്ക് കേടൊന്നും വരാറില്ല. പിന്നെ ഇത് സെറ്റ് സാരിയാണ്. ഇതും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെയാണ്. ഇതെൻ്റെ മനസ്സമ്മതത്തിൻ്റെ സാരിയാണ്. എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന, പക്ഷേ ഇതുവരെ ഉടുത്തൊന്നും ഇല്ല കേട്ടോ. ഇത് സൂരജിൻ്റെ അമ്മയുടെയാണ് കേട്ടോ, അമ്മച്ചിയുടെ സാരിയാണ്. കഴിഞ്ഞ തവണ ചെന്നപ്പോൾ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് ഈ സാരി വേണം, നല്ല കളറാണ്, ഞാൻ ലൈറ്റായിട്ടുള്ള സാരിയാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എടുത്തിട്ട് പോകുന്നതാണ്. ഇത് ഇച്ചിരി വെയിറ്റുള്ള സാരിയാണ്. ഇത് സൂരജ് കല്യാണത്തിൻ്റെ സാരി എടുത്ത് തരുന്നതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് ഒരു ഡ്രസ്സും കൂടെ എടുത്ത് തരുമല്ലോ. അപ്പം എനിക്ക് ചുരിദാർ വേണ്ട, എനിക്ക് സാരി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സാരിയാണെന്ന് വാങ്ങിച്ചു തന്നത്. പിന്നെ ഇതൊരു പാർട്ടി വെയർ ആയിട്ടുള്ള സൽവാറാണ്. ഈ ഒരൊറ്റ സൽവാർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇനി ഡ്രസ്സുകളും ടോപ്പുകളും ഒക്കെയാണ്. ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് തന്നെ വാങ്ങിക്കുന്നതാണ്, UAE തന്നെ വാങ്ങിക്കുന്നതാണ്. എല്ലാം ഓൺലൈനായിട്ട് വാങ്ങിച്ചേക്കുന്നത് തന്നെയാണ്. 1-2 എണ്ണം മാത്രമേ ആകെ ലുലുന്നോ അങ്ങനെയൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചുള്ളൂ, ബാക്കി എല്ലാം ഓൺലൈൻ വാങ്ങിച്ചേക്കുന്നതാണ്. ഈ ഡ്രസ്സാണ് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ അന്നിട്ടത്. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. ഇത് ജാക്കറ്റിൻ്റെ ഒക്കെ ഒപ്പം ഇടാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ഒട്ടുമിക്ക ഡ്രസ്സുകളും ഞാൻ ഓൺലൈൻ ഷോപ്പായ നിസ്നാസ് എന്ന് പറയുന്ന അതിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവിടെ ഓഫർ വരുമ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഇതെല്ലാം. പിന്നെ ഇതൊക്കെ ജീൻസിൻ്റെ ഒക്കെ ഒപ്പം ഇടുന്ന ടോപ്സാണ്. അതുമൊക്കെ ജാക്കറ്റിൻ്റെ ഒപ്പമൊക്കെയാണ് ഇടാറ്. ഇനിയുള്ളത് ഈ ജാക്കറ്റ് അല്ലെങ്കിൽ ഓവർകോട്ട് പോലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയലുണ്ട്, പിന്നെ നെറ്റിൻ്റെതും ഒക്കെ ഉണ്ട്. ഡ്രസ്സുകളല്ലേ കൂടുതൽ, ടോപ്പുകൾ 1-2 അല്ലേ ഉള്ളൂ. അതിൻ്റെ ഒപ്പം ഇടാനായിട്ട് ഒരു ജീൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ഇടുന്ന പാൻസും പിന്നെ ജിമ്മിൽ ഇടാനുള്ള പാൻറ്റും അങ്ങനത്തെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡ്രസ്സിൻ്റെ, പുറത്തേക്ക് ഇടുന്ന ടൈപ്പ് ഡ്രസ്സിൻ്റെ കേട്ടോ. വീട്ടിൽ ഇരുന്ന ഡ്രസ്സ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ബോക്സിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത്രയാണ് ഡ്രസ്സുകളുടെ കളക്ഷൻ. നമ്മുടെ വാർഡ്രോബ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പഴയ സാധനങ്ങളും വലിച്ചു വാരി ഇടാനായിട്ടും ഉള്ളതൊന്നുമല്ല. എപ്പോഴും നല്ല പോലെ അടുക്കി പെറുക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് നോക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗമില്ലാത്ത ഡ്രസ്സ് അല്ലെങ്കിൽ പഴയ ഡ്രസ്സ് പാകമല്ലാത്തത്, പിന്നെ 3-4 കൊല്ലമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തതൊക്കെ വാർഡ്രോബിൽ നിന്നോ അല്ലെങ്കിൽ അലമാരയിൽ നിന്നൊക്കെ മാറ്റുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇതുപോലെ അലമാരയിലൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.